ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫസ്റ്റ് ഒപ്പീനിയൻ വീഡിയോ ആണ്. നമ്മൾ പറഞ്ഞ പോലെ മൂവി ഒപ്പീനിയൻ പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്നായിരുന്നു നമ്മുടെ കൂലി സിനിമയുടെ റിലീസ് ഡേ, ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് തന്നെ നമ്മൾ പടം കണ്ടു. നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ മാറ്റിനി ഷോയാണ് കണ്ടത്. രാവിലെ തൊട്ട് പല നെഗറ്റീവ് റിവ്യൂസും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പടത്തിനെ പറ്റി ഇതുവരെ അറിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷവുമാണ് ഞാൻ തിയേറ്ററിൽ പോയി ഈ പടം കണ്ടത്. പക്ഷേ എനിക്ക് ഈ പടം നല്ലപോലെ വർക്കായി. എനിക്കൊരു ഫുള്ളി ഓൺ പടമെന്ന്, ഫുള്ളി പോസിറ്റീവ് എന്നല്ല പറഞ്ഞത്, എങ്കിലും ഇത്രത്തോളം നെഗറ്റീവ് നേടിയെടുക്കേണ്ട ഒരു പടമല്ല ഇത് എന്നെനിക്ക് തോന്നി. ഇത്രമാത്രം നെഗറ്റീവ് അടിക്കാനായിട്ടൊന്നും അതിലില്ല. ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഞാൻ പറയാം. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കാണാനായിട്ട് പോകുന്നവർക്ക് ടിക്കറ്റ് എടുത്ത പൈസ നഷ്ടമായി എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാവില്ല. പക്ക ഒരു മാസ് എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ ബി ജി എം പറയുകയാണെങ്കിൽ അനിരുദ്ധിൻ്റെ കാര്യം പറയണ്ടല്ലോ, എന്തായാലും നല്ല രീതിയിലെല്ലാം ചെയ്തു വെക്കുക, അത് നമുക്കറിയാമല്ലോ. അങ്ങനത്തെ ലെവലിൽ തന്നെ ബി ജി എംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നിരിക്കുന്ന ക്യാമിയോ റോൾസിൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ അവരെയൊക്കെ പ്രോപ്പറായിട്ടാണ്, ആരൊക്കെയാണെന്ന് പറയണ്ടല്ലോ, അറിയാമല്ലോ. പിന്നെ ക്ലൈമാക്സിനോടടുത്ത് വന്നൊരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. അതുമാത്രമാണ് പലർക്കും അതിനെ പ്രസൻറ്റ് ചെയ്ത രീതികൾക്കൊന്നും കുഴപ്പമില്ല. അവസാനം അതിൻ്റെ ഒരു എൻഡിലോട്ട് ക്ലൈമാക്സിലോട്ട് എത്തിയപ്പം അത് ആ ക്യാരക്ടർ പോയ രീതിയൊക്കെ വെച്ചിട്ട് ചിലർക്ക് അത്ര ദഹിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിനെ പലരും നെഗറ്റീവായിട്ട് പറയാൻ കാരണമായത്. അതെനിക്ക് പക്ഷേ വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല, എൻ്റെ ഒരു ആസ്വാദന രീതി വെച്ചിട്ട്. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ പിന്നെ എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായി എന്ന് പറയുന്നത്, നെഗറ്റീവായിട്ട് തോന്നി എന്ന് പറയുന്നത് ഇതിൻ്റെ VFX ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ്. ചില ഭാഗങ്ങൾ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുമുണ്ട് അതേപോലെ. പക്ഷെ ചില ഭാഗങ്ങളിൽ ഒരു എന്തോ ഒരു VFX ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചില ഭാഗങ്ങളിലെ VFX. അങ്ങനൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ ഓവറോള് ഒരു നല്ല പടം തന്നെയാണ്. പിന്നെ പല ആൾക്കാർക്കും ഇത് ദഹിക്കാതായതിന്, ഡൈജസ്റ്റ് ആകാതെ പോയതിന് കാരണം അവർ ഒരു ലോകേഷ് പടം പ്രതീക്ഷിച്ച് പോകുന്നു. ലോകേഷിൻ്റേതായിട്ടുള്ളൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഈ LCU അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ധാരണ വെച്ചിട്ടാണ് അവർക്ക് ഈ കാര്യത്തിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഈ പടത്തിനെ പറ്റിയിട്ട് തോന്നിയതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും നിങ്ങൾക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും ബെറ്റർ. അത്രയ്ക്ക് നല്ലൊരു പടമാണ് എന്ന് പറഞ്ഞാൽ ഒരു എബോവ് ആവറേജ് പടമാണ്. എന്തായാലും ഒരു തവണ കണ്ടിരിക്കാം പടം. ഇതിൽ പിന്നീട് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. അത് ഈ സ്ക്രീൻ പ്ലേയുടെ ഒക്കെ ഒരു കുഴപ്പമാണ്, എഴുതിയിരിക്കുന്നത് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാതെ ഇപ്പം മേക്കിങ്ങിൽ വിഷ്വൽസൊക്കെ ആണെങ്കിലും ഈ VFX സൈഡ് മാത്രമേ ഉള്ളൂ ചില ഭാഗങ്ങളിൽ. പക്ഷേ ചില ഭാഗങ്ങളിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര വണ്ടർ അടിക്കും നമ്മൾ. ചില ഫ്രെയിംസൊക്കെ എനിക്ക് അങ്ങനെ നല്ല വൃത്തിയായിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നല്ല റിച്ച് ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നല്ല കുറേ, എനിക്കൊരു 80% കൂടുതൽ സംതൃപ്തിയായിട്ടുണ്ട്. പിന്നെ ഒരു 20% അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ കുഴപ്പങ്ങളില്ലേ എന്ന് തോന്നി. എന്ന് കരുതിയിട്ട് ഇത്ര നെഗറ്റീവ് ഏറ്റുവാങ്ങേണ്ട ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല കൂലി. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ പോയി കണ്ടു നോക്കിയിട്ട്, അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായിട്ട് ഇട്ടു. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നല്ലൊരു സിനിമ, അടുത്ത സിനിമയായിട്ട് പിന്നെ കാണാം. ബൈ.